ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 34-ാം ഞായർ ക്രിസ്തുരാജ്യത്വ തിരുനാളാണ്. ലൂക്കാസ് സുവിശേഷം 23:35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ആരാധന വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ക്രിസ്തുരാജ്യത്വ തിരുനാളോടുകൂടി ഈ ആരാധന വർഷം അവസാനിക്കുന്നു. ക്രിസ്തുരാജൻ എന്ന പദപ്രയോഗത്തിന് ദൈവവചനത്തിൽ വേരുകളുണ്ട്. സാമുവേൽ 1-2 പുസ്തകങ്ങളിലും ഏശയ്യാ, ജെറമ്യ, ദാനിയേൽ എന്നീ പ്രവാചക ഗ്രന്ഥങ്ങളിലും ക്രിസ്തുവിനെ അഥവാ രക്ഷകനെ രാജാവായി അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ മംഗളവാർത്ത വിവരണത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കിഴക്ക് നിന്നുള്ള ജ്ഞാനികളുടെ അന്വേഷണം ഇപ്രകാരമാണ്: എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ആഘോഷപൂർവമായ യേശുവിന്റെ ജെറൂസലേം പ്രവേശന സമയത്ത് യഹൂദർ പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്: കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. വിചാരണ സമയത്ത് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു: നീ യഹൂദരുടെ രാജാവാണോ? യേശു നൽകിയ മറുപടി ഇങ്ങനെയാണ്: നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? യേശുവിനെ കുരിശിൽ തൂക്കിയിരുന്ന നാമഫലകത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. സ്വർഗാരോഹണത്തിന് മുൻപ് യേശു പ്രഖ്യാപിച്ചു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവസാനമായി മത്തായി 25:31 നാം വായിക്കുന്നു: മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു രാജാവാണെന്ന വിശേഷണം കുരിശ് മരണവേളയിൽ നടക്കുന്ന പരിഹാസത്തിലാണ് പ്രകടമാകുന്നത്. പരിഹാസത്തിൻ്റെ 3 രംഗങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. 1, പ്രമാണികൾ യേശുവിനെ പരിഹസിക്കുന്നു. 2, പടയാളികൾ യേശുവിനെ പരിഹസിക്കുന്നു. 3, യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ പരിഹസിക്കുന്നു. രണ്ടാമത്തെ പരിഹാസ രംഗത്തിൽ പടയാളികളാണ് യേശു രാജാവാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം എഴുതി വെക്കുന്നതും. മറ്റു 2 രംഗങ്ങളിൽ യേശു ദൈവത്തിൻ്റെ ക്രിസ്തു, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നീ പ്രയോഗങ്ങളാണ് പരിഹാസ രൂപേണ പ്രമാണികളും കള്ളന്മാരിൽ ഒരുവനും പ്രഖ്യാപിക്കുന്നത്. യേശുവിനെ പരിഹസിച്ചവർ അവിടത്തെ ആക്ഷേപിക്കാൻ വിളിച്ച 3 പേരുകളും സത്യത്തിൽ അവിടത്തേക്ക് ഇണങ്ങുന്നത് തന്നെയാണ്. അത് വിരോധാഭാസമായി തോന്നാം. സുവിശേഷത്തിൽ പലയിടത്തും ഈ പേരുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ശിമയോൻ ശിശുവായ യേശുവിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. സ്നാപയോഹന്നാൻ ക്രിസ്തുവായിരിക്കുമോ എന്ന ചോദ്യം ജനം ഉന്നയിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നു. പിന്നീട് പത്രോസ് യേശുവിനെ ദൈവത്തിൻ്റെ ക്രിസ്തുവായി പ്രഖ്യാപിക്കുന്നു. അതേസമയം യേശുവിൽ കുറ്റം ആരോപിക്കുന്നവർ അവിടുത്തെ ചോദ്യം ചെയ്യുന്നതും തുടർന്ന് അവിടുത്തെ വധിക്കുന്നതും അവിടുന്ന് ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ്. യേശു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. രൂപാന്തരീകരണ വേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് സ്വർഗീയ സ്വരം യേശുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. യേശു രാജാവാണ്. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ ശിഷ്യഗണം യേശുവിനെ പ്രഘോഷിക്കുന്നത് അവിടുന്ന് രാജാവാണെന്നാണ്. കുരിശിൻ മുകളിൽ എഴുതി വെക്കപ്പെട്ട ലിഖിതം യേശു യഹൂദരുടെ രാജാവായിട്ടാണ് കുരിശിലേറ്റപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്നു.
അതിനാൽ രാജാവായ യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. യേശു രാജാവാണെന്ന് ലൂക്കാ സുവിശേഷകൻ അവിടുത്തെ കുരിശ് മരണവേളയിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിന് രക്ഷാകര പ്രാധാന്യം കൈവരികയാണ്. ലൂക്കായുടെ ദൃഷ്ടിയിൽ കുരിശിൽ മരിച്ച യഹൂദരുടെ രാജാവ് രക്ഷകനാണ്. കുരിശുമരണ വിവരണത്തിൽ രക്ഷിക്കുക എന്ന ക്രിയാപദം 4 തവണ ഉപയോഗിക്കുന്നുണ്ട്. 4 തവണയും യേശുവിനെ പരിഹസിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നതും വിരോധാഭാസമായി തോന്നാം. 2 പ്രാവശ്യം പ്രമാണികൾ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ പറഞ്ഞു, നിന്നെ തന്നെ രക്ഷിക്കുക. കുറ്റവാളികളിൽ ഒരുവൻ പറഞ്ഞു, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ജനനവേളയിൽ മാലാഖമാർ യേശുവിനെ രക്ഷകനായിട്ടാണ് പ്രഖ്യാപിച്ചത്. പരസ്യജീവിതകാലത്ത് യേശു ജനങ്ങളെ രോഗത്തിലും പാപത്തിലും മരണത്തിലും നിന്ന് രക്ഷിച്ചു. അങ്ങനെ രാജാവായ യേശുവിൻ്റെ രക്ഷാകര സവിശേഷതകൾക്ക് സുവിശേഷകൻ ഊന്നൽ നൽകുകയാണ്. അവിടത്തോടൊപ്പം ക്രൂശിക്കപ്പെട്ട നല്ല കള്ളനും യേശു രക്ഷ നൽകുന്നത് ശ്രദ്ധേയമാണ്. നല്ല കള്ളൻ യേശുവിൻ്റെ രാജ്യത്വം ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജ്യത്തിൽ തന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. തനിക്ക് മരണത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു. മരണത്തിനു ശേഷം യേശുവിലൂടെ രക്ഷ നേടാമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. അവൻ്റെ അപേക്ഷയ്ക്ക് മറുപടിയായി യേശു അവന് രക്ഷ പ്രദാനം ചെയ്യുന്നു. അതായത് പറുദീസായിൽ അന്നു മുതൽ തന്നോടൊപ്പമുള്ള നിത്യജീവന്റെ ഉറപ്പ് യേശു വാഗ്ദാനം ചെയ്യുന്നു. അപ്രകാരം ജനന സമയത്ത് രക്ഷകനായി പ്രഖ്യാപിക്കപ്പെട്ട രാജാവായ യേശു മരണനേരത്തും രക്ഷകനായി അംഗീകരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷങ്ങളിൽ ഉടനീളം യേശു പ്രധാനമായും പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം എന്ന പദം മറ്റേതൊരു പദത്തെക്കാളും സുവിശേഷങ്ങളിലെല്ലാം കാണപ്പെടുന്നു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പുതിയ നിയമം അനുസരിച്ച് ദൈവരാജ്യം എന്നത് ത്രിമാന യാഥാർത്ഥ്യമാണ്. 1, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ കൃപയുടെ ജീവിതം. 2, സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളവും ഉപകരണവും. 3, പറുദീസായിലെ നിത്യജീവൻ. ദൈവരാജ്യത്തിൻ്റെ അടയാളവും ഉപകരണവുമായ സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ക്രിസ്തുവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനും രാജാവുമായ യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് രക്ഷ പ്രദാനം ചെയ്യുന്ന ദൈവഹിതം നിറവേറ്റി അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന പറുദീസ സ്വന്തമാക്കാൻ ശ്രമിക്കണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.